പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മുടെയൊക്കെ ലൈഫിൽ പെട്ടുപോയി എന്ന് പറയുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ചിലപ്പോൾ അതൊരു എക്സാം ആയിരിക്കാം, നമ്മൾ തീരെ പ്രിപ്പയർഡ് ആവില്ല, ബട്ട് വി ഹാവ് ടു അറ്റൻഡ്. ചിലപ്പോൾ അതൊരു ഫാമിലി ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ എല്ലാവരും നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. എന്ത് ചെയ്താലും മുന്നിൽ ഇനി ഇരുട്ട് മാത്രമാണ് കാണുന്നത് എന്നൊരു ഫീലിംഗ് ചിലപ്പോൾ നമ്മൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം ഒരു നിമിഷത്തെക്കുറിച്ചാണ്. ഇതൊരു സിനിമയിലെയോ സ്റ്റോറിയിലെയോ നോവലിലെയോ ഒന്നും കഥയല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു യഥാർത്ഥ സംഭവമാണ്. ഒരു ചെറിയ ഗുഹ, അതിൽ രണ്ടാളുകൾ ഒളിച്ചിരിക്കുകയാണ്. പുറത്താണെങ്കിൽ ശത്രുക്കൾ ഈ ആളുകളെ തിരഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. കയ്യിൽ കിട്ടിയാൽ ആ സമയം തന്നെ അവരെ വധിച്ചു കളയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പുറത്തെ ശത്രുക്കളൊന്ന് കുനിഞ്ഞു നോക്കിയാൽ, കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ തന്നെ എല്ലാം അവസാനിക്കും. ഈ ഒളിഞ്ഞിരിക്കുന്ന ആളുകളെ കാണും. ആ സമയത്ത് അവിടെ പറയപ്പെട്ടിട്ടുള്ള വാചകം എന്ന് പറയുന്നത് ഇന്നും കോടിക്കണക്കിന് മനുഷ്യർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടേയിരിക്കുന്നൊരു വാചകമാണ്. അതിലൊളിഞ്ഞിരുന്ന രണ്ടുപേർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലിൻ്റെ ഉറ്റ ചങ്ങാതിയുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാണ്. റസൂല് പറഞ്ഞ വാചകം ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കണ്ട, തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ആ സെൻറ്റൻസിന് പിന്നിലെ കഥയാണ്, സ്റ്റോറിയാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ 13 വർഷങ്ങളാണ് ജീവിച്ചത് അല്ലേ? ഇസ്ലാമിന് ദഅവത്ത് ചെയ്തുകൊണ്ട് അവിടെയുള്ള യാതനകളും വേദനകളും ഒക്കെ അനുഭവിച്ച് ജീവിച്ച കാലം 13 വർഷമാണ്. ഈ 13 വർഷക്കാലം കഴിഞ്ഞിട്ടും ഖുറൈശികളിൽ ഇനിയും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ധാരാളം പേരുണ്ട്. ശത്രുത ഇങ്ങനെ വളർന്നു വരുന്ന ഒരു അവസരമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഖുറൈശികൾ ചെയ്തത് മുസ്ലിങ്ങളെ പരിഹസിക്കുക, ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, ചിലപ്പോൾ കൊന്നുകളയുക, ചിലരെ നാട് കടത്തുക, ഇങ്ങനെ വർഷങ്ങളോളം ബോയ്ക്കോട്ട് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യം നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം മദീന എന്ന് പറയുന്ന ഒരു സിറ്റി അല്ലേ, യസ്രിബ് അഥവാ മദീനയിൽ ഒരു പുതിയ സമൂഹം രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു ആ സമയത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അംബാസഡറെ മദീനയിലേക്ക് അയക്കുകയും അവർ ഇവിടേക്ക് വന്ന് അഖബ ഉടമ്പടി ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വേളയിൽ ഹിജ്റയ്ക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമതി കൊടുക്കുന്നു. അങ്ങനെ പ്രവാചകൻ്റെ ഹിജ്റയുടെ ഊഴമെത്തുന്നു. ശരിക്കും ഈ ഹിജ്റ എന്ന് പറയുന്നത് ഒരു റീലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു യാത്ര മാത്രമായിരുന്നില്ല. ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇതോടെ ഖുറൈശികൾക്ക് ഏതായാലും കാര്യം മനസ്സിലായി. ഹിജ്റ വന്നതോടുകൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി മദീനയിലേക്കും കൂടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ ഒരു സമൂഹവും ഭയങ്കര സെക്യൂരിറ്റിയും സുരക്ഷയും ഒക്കെ ലഭിക്കും. അതുകൊണ്ട് അവർ അവസാനത്തെ ഒരു പദ്ധതി, പ്ലാൻ തയ്യാറാക്കുകയാണ്. ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ യുവാവിനെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഓരോ ആളുകളെ തിരഞ്ഞെടുത്ത് എല്ലാവരും ഒരേ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും കൂടി റസൂലിൻ്റെ കഥയങ്ങ് തീർക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ റസൂലിൻ്റെ കുടുംബത്തിന്, ബനു ഹാഷിമിന്, അബ്ദുമനാഫ് കുടുംബത്തിനൊന്നും ഒരു ഗോത്രത്തോട് മാത്രം പ്രതികാരം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭയങ്കര ഹ്യൂമൻലി സ്പീക്കിംഗ് ഇറ്റ് വാസ് എ ബ്രില്യൻ പ്ലാൻ അല്ലേ? അപ്പോൾ ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കത്തിന് അവർ ഒരുങ്ങുകയാണ്. പക്ഷെ അവർ ഒരു കാര്യം മറന്നുപോയി. ഒരു വിശ്വാസിയുടെ, ബിലീവറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ തീരുമാനമെടുക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന കാര്യം അവർ മറന്നുപോയി. അള്ളാഹുവാണ് ഡിസിഷൻ എടുക്കുന്നത്, അവർ ജയിക്കണോ തോൽക്കണോ എന്നുള്ളത്. വെൻ അള്ളാഹ് റൈറ്റ്സ് എ ഡിഫറെൻറ്റ് എൻഡിങ്, നോബഡി ക്യാൻ റീറൈറ്റ് ഇറ്റ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളുടെ കണ്ണുകൾക്ക് മുമ്പിൽ നിന്ന് തന്നെ അവരറിയാതെ രക്ഷപ്പെടുത്തി കളഞ്ഞു. റസൂലിൻ്റെ ബെഡിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. നാടും വീടും വിട്ട് ഇസ്ലാമിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു അത്. മദീന വടക്കു ഭാഗത്താണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര തുടങ്ങിയത് തെക്കോട്ടേക്കും. കാരണം അദ്ദേഹം സൗർ ഗുഹ എന്ന ആ കേവിലേക്കാണ് പോകുന്നത്. ഒരാളും ആദ്യം അന്വേഷിക്കില്ല എന്ന് കരുതി പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സ്ഥലം. ഒരാൾ മാത്രമാണ് അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ,
ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ദ പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡെപ്ത് നമുക്ക് ഈ യാത്രയിലൂടെ ലോകത്തിന് കാണാവുന്നതാണ് എന്നുള്ളതാണ്. ഹി ട്രൈ ടു പ്രൊട്ടക്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്രൂ ഔട്ട് ദ ജേർണി. റസൂലിൻ്റെ മുന്നിലും പിന്നിലും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഒക്കെ ആയിട്ട് മാറി മാറി നടക്കുകയാണ്. ആരെങ്കിലും റസൂലിനെ ആക്രമിച്ചാലോ എന്ന് കരുതി ഇങ്ങനെ ഓരോ സ്വിച്ച് ചെയ്ത് ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് മാറി നടക്കുകയാണ്. അങ്ങനെ അവർ സൗർ ഗുഹയിലേക്ക് എത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും 3 ദിവസം ഗുഹയിൽ ഒളിച്ച് താമസിക്കുന്നു. ആ 3 ദിവസങ്ങളിലും ഒരു മുഴുവൻ സപ്പോർട്ട് സിസ്റ്റം ശരിക്കും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അബ്ദുല്ലാഹിബ്ൻ അബീ ബക്കർ പകൽ മുഴുവൻ മക്കയിൽ ആളുകൾ പറയുന്നത് കേൾക്കും. രാത്രിയിൽ ഗുഹയിലെത്തി എല്ലാ വിവരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുക്കും. അസ്മാ ബിൻത് അബീ ബക്കർ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും. ആമിർ ഇബ്നു ഫുഹൈറ തൻ്റെ ആടുകളെ ആ വഴിയിലൂടെ ഇങ്ങനെ നടത്തും. എന്തിനാണെന്നറിയോ? ഫുട് പ്രിൻറ്റ്സ് ഒക്കെ ഇങ്ങനെ മായ്ച്ചു കളയാൻ. അവർ നടന്നു പോയ വഴി മറ്റൊരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മിഷൻ എന്ന് പറയുന്നത് അതൊരു നെവർ എ വൺ മാൻ ഷോ. ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു റെസ്പോൺസിബിലിറ്റി നൽകുകയാണ്. ചിലർ ഫ്രണ്ട് സ്റ്റേജിലായിരിക്കും, ചിലർ ബാക്ക് സ്റ്റേജിലായിരിക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ കണക്കിൽ ആ ഫ്രണ്ടിലും ബാക്കിലും അസിസ്റ്റിങ്ങിനും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും ഈക്വലി വാല്യൂബിൾ ആണ് അവർ. അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഓരോരുത്തരുടെയും എഫേർട്ടിന് ഈക്വലായിട്ടോ അല്ലെങ്കിൽ അതിലധികമോ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുമെന്നുള്ളതാണ്. സോ ഇന്നത്തെ കഥയുടെ ഏറ്റവും കോർ പാർട്ടിലേക്കാണ് നമ്മൾ ഇൻഷാ അള്ളാഹ് കടക്കാൻ പോകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ റസൂലിനെ കാണാഞ്ഞിട്ട് മക്ക മുഴുവൻ പരതുകയാണ് ഖുറൈശികൾ. ഖുറൈശി ശത്രുക്കളുടെ സെർച്ച് ടീം ഗുഹയുടെ എൻട്രൻസ് വരെ എത്തി നിൽക്കുകയാണ്. അവരന്വേഷിച്ച് ഗുഹയുടെ മുമ്പിൽ വരെ എത്തിപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തും എന്ന് ഉറപ്പാണ്. വല്ലാതെ ബേജാറിലായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരിൽ ആരെങ്കിലും ഒരാൾ തൻ്റെ കാലുകൾക്ക് താഴേക്ക് ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. റസൂലിനോട് പറയാണ്, ഇമാജിൻ ദാറ്റ് മൊമെൻറ്റ്. പുറത്തെ ആയുധങ്ങളുമായി ശത്രുക്കൾ നിൽക്കുന്നു, അകത്ത് 2 ആളുകൾ എസ്കേപ്പ് ചെയ്യാൻ ഒരു വഴിയുമില്ലാതെ നിൽക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറുപടി എന്താണ് എന്ന് സൂറത്തു തൗബയിൽ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം മെൻഷൻ ചെയ്യുന്നതാണ്. ഏതായാലും സൂറത്തു തൗബയിലെ 40-ാമത്തെ ആ ആയത്ത് നമുക്കൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. صدق الله العلي العظيم. ആയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാ. നിങ്ങൾ പ്രവാചകനെ സഹായിക്കുന്നില്ലെങ്കിൽ സാരമില്ല, ഫഖദ് നസറഹുല്ലാ, അള്ളാഹു റസൂലിനെ സഹായിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? ഇദ് അഖ്റജഹു, ആ സന്ദർഭം പറയുകയാണ്. ഇദ് അഖ്റജഹു, അവർ റസൂലിനെ പുറത്താക്കിയ സന്ദർഭത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ടു പോയത് ഒരു യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളായത് കൊണ്ടോ മറ്റെന്തെങ്കിലും ഉദ്ദേശം കൊണ്ടോ ഒന്നുമല്ല അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ്. സ്വന്തം നാടിനോടുള്ള സ്നേഹമുണ്ടായിരുന്നിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ട് പോയതാണ്. ആരാണ് പുറത്താക്കിയത്? അല്ലദീന കഫറു, സത്യനിഷേധികൾ പുറത്താക്കിയ ആ സന്ദർഭത്തിൽ. നിങ്ങൾ പ്രവാചകനെ സഹായിക്കുന്നില്ലെങ്കിൽ സാരമില്ല, സത്യനിഷേധികൾ അദ്ദേഹത്തെ പുറത്താക്കിയ സന്ദർഭത്തിൽ അള്ളാഹു തന്നെ റസൂലിനെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ അള്ളാഹു മുസ്ലിങ്ങളെ ഒരു യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ നബിയെ സഹായിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഈ ദീൻ മനുഷ്യരെ ആശ്രയിച്ചിട്ടേ അല്ല നിലനിൽക്കുന്നത്. ആവശ്യമെങ്കിൽ അള്ളാഹു നേരിട്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കും എന്ന് ഉണർത്തുകയാണ്. സാനിയസ്നൈനി, ഹി വാസ് ബട്ട് വൺ ഓഫ് ദ ടു. അദ്ദേഹം 2-ൽ മാത്രമായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്തെക്കുറിച്ച് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വശത്ത് ഒരു നഗരം മുഴുവൻ അവരെ തിരയുന്നു, മറ്റേ വശത്ത് ഇവർ 2 പേർ മാത്രം ശത്രുക്കളെ ഭയന്ന് അല്ലെങ്കിൽ ശത്രുക്കൾ വകവരുത്തിയേക്കുമെന്ന് ഭയന്ന് ഒളിച്ചിരിക്കുന്നു. റസൂൽ വെറും
രണ്ടിലൊരാൾ മാത്രമായിരുന്നു ആ സമയത്ത്, അല്ലേ? റസൂലിൻ്റെ കയ്യിൽ മറ്റൊന്നുമില്ല, സംരക്ഷിക്കാൻ ആളില്ല. അവർ രണ്ടുപേരും കൂടെ ഒരു ഗുഹയ്ക്കകത്തിരുന്ന ആ സമയം, അതെത്ര ഒരു സിമ്പിളായിട്ടുള്ള മിയർ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ഇദ് ഹുമ ഫിൽ ഗാരി, ഗാർ എന്ന് പറഞ്ഞാൽ ഗുഹ, കേവ്. അവർ ഇരുവരും ആ ഗുഹയിലായിരുന്നപ്പോൾ, ഇദ് യഖൂലു ലി സാഹിബിഹി, ആൻഡ് വെൻ ഹി സെഡ് ടു ഹിസ് കമ്പാനിയൻ, സാഹിബ് എന്ന് പറഞ്ഞാൽ കമ്പാനിയൻ, ആ സാഹിബ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്, അല്ലേ? ഹൂസ് ദാറ്റ് കമ്പാനിയൻ? അത് അബൂബക്കറാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഹ്യൂമൻ കൈൻഡിനുള്ള ശരിക്ക് അൾട്ടിമേറ്റ് ഹോപ്പാണ് ഈ ഒരൊറ്റ ആയത്ത് എന്ന് പറയുന്നത്. ലാ തഹ്സൻ, ദുഃഖിക്കേണ്ട, ഇന്നല്ലാഹ മഅന, അള്ളാഹു കൂടെയുണ്ട്. പലപ്പോഴും അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉടനെ മാറ്റി തരുന്നുണ്ടാവില്ല. ആദ്യം നമ്മുടെ ഹൃദയത്തെ ആയിരിക്കും ചിലപ്പോൾ മാറ്റുക. ഫിയർ ഉണ്ടായിരുന്ന സ്ഥലത്ത്, പേടി ഉണ്ടായിരുന്ന സ്ഥലത്ത് കോൺഫിഡൻസ് നൽകും. പാനിക്കായി നിൽക്കുന്ന സമയത്ത് പീസ്, സമാധാനം നൽകും. ഹോപ്പ്ലെസ്നെസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഹോപ്പ് നൽകും. അതുകൊണ്ടാണ് അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അള്ളാഹു പറയുന്നു, ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. അവിടെയുള്ള സിറ്റുവേഷൻ മാറിയിട്ടില്ല. ആ സന്ദർഭത്തിൽ അള്ളാഹു അവങ്കിൽ നിന്നുള്ള മനസ്സമാധാനം അവർക്ക് ഇറക്കിക്കൊടുത്തു എന്നുള്ളതാണ്. പുറത്ത് സാഹചര്യം മാറിയിട്ടില്ല, ശത്രുക്കൾ ഇപ്പോഴും പുറത്ത് തന്നെയുണ്ട്, അപകടം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിച്ചു. ഹൃദയത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകി. ഒരു ബിലീവറിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇതുതന്നെയാണ്. സിറ്റുവേഷൻ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല, പക്ഷെ അള്ളാഹു നമ്മളുടെ ഹാർട്ടിനെ സ്ട്രെങ്തൻ ചെയ്യും. അള്ളാഹു കൂടെ ഉണ്ടാവും. ഇബ്നു ആഷൂർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ തഹ്രീർ വ തൻവീരിൽ മനോഹരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞത് കൊണ്ടല്ല അവിടെ എന്ത് സംഭവിച്ചത്? സക്കീനത്ത്, മനസ്സമാധാനം ഉണ്ടായത്. മറിച്ച് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ആ സക്കീനത്തിൻ്റെ ഫലമായിരുന്നു റസൂലിൻ്റെ ആ വാക്കുകൾ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശാന്തത തന്നെ അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ ഒരു പ്രകടനമായിരുന്നു എന്നുള്ളതാണ്. ഇതെനിക്ക് ഏറ്റവും ശരിക്ക് പേഴ്സണലി ഭയങ്കര ബ്യൂട്ടിഫുൾ പോയിൻ്റായി തോന്നിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ആയത്തിൻ്റെ. കാരണം അള്ളാഹുവിൻ്റെ സഹായം തുടങ്ങിയത് ശത്രുക്കൾ പോയതിന് ശേഷമല്ല, അപകടത്തിൻ്റെ നടുവിൽ വെച്ച് തന്നെയാണ്, അല്ലേ? റിയാലിറ്റി ഈസ് നോട്ട് ഓൾവേസ് വാട്ട് യു സീ അറ്റ് ദ മൊമെൻറ്റ്. അള്ളാഹു തീരുമാനിക്കുന്ന അവസാന ഫലമാണ് യഥാർത്ഥ റിയാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ വന്നാലും ഈ ആയത്ത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. നമ്മുടെ മുമ്പിൽ വഴിയില്ല എന്ന് തോന്നുന്ന സമയത്ത് പോലും അള്ളാഹുവിൻ്റെ സഹായം എവിടെയോ ആരംഭിച്ചിട്ടുണ്ടാകാം. കാരണം ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കേണ്ട, തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അടുത്ത ഒരു കഥയുമായി അടുത്ത സെഷനിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.